Time to switch from this to that? Yes, Wishkar has launched their new daily tinted fluid sunscreen with 12 shades made to match all Indian skin tone. ഒരു നോൺ ഗ്രീസി ഫിനിഷാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് നോൺ കോമഡോജനിക് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ അല്ല കേട്ടോ. This is tinted fluid unstoppable because നമ്മൾ ഇത് കണ്ടില്ലേ, അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ടെക്സ്ചർ കണ്ടില്ലേ, സ്പ്രെഡ് ചെയ്യുന്നത് ഭയങ്കര എഫേർട്ടസ്ലി ആയിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ബ്ലെൻഡ്സ് ഇൻ സെക്കൻഡ്സുകൾ കൊണ്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡായി പോകുന്നുണ്ട്. ഓയിൽസ് ഒക്കെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രം UV ആൻഡ് UVB റേസിൽ നിന്ന്. SPF ക്വാണ്ടിറ്റി എന്തുമാത്രമാണെന്ന് നോക്കുകയാണെങ്കിൽ SPF 50 ആണ് വന്നിട്ടുള്ളത്. 50+ ആണ് കേട്ടോ. 4 PA+ഉം അടങ്ങിയിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണുകാർക്കും മാച്ചിങ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും മാച്ചിങ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ശരിക്കും നമ്മുടെ ഡെയിലി ഡേ ടു ഗോ, അതായത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു സൺസ്ക്രീനാണ്. അതിന് കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് മറ്റ് സൺസ്ക്രീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഫ്ലൂയിഡ് സൺസ്ക്രീനിൽ, അതായത് ടിൻറ്റഡ് ഫ്ലൂയിഡ് സൺസ്ക്രീനിൽ അടങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കുകയാണെങ്കിൽ G-പാത്തനോൾ, അതായത് നിയാസിനാമൈഡ്, ഇനി അടുത്തായിട്ട് എക്ടിയോൺ ജിൻസങ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം എല്ലാ സൺസ്ക്രീനും പോലെ തന്നെ നല്ല രീതിക്ക് SPF 50+ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അണീവൻ ടോണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്നതാണോ സൺ എക്സ്പ്ലോഷർ കഴിയുമ്പം അല്ലെങ്കിൽ കൊള്ളുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ടാൻ എന്നൊക്കെ പറയുന്നത്. സോ ടാനൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാനും അണീവൻ ടോണൊക്കെ മാറ്റി ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റെഡ്നെസ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു വിഷ് കെയറിൻ്റെ ഫ്ലൂയിഡ് ടിൻറ്റഡ് സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് സൺസ്ക്രീൻ വിൽ ബ്ലെൻഡ് ഇൻ ടു യുവർ ഡെയിലി ലൈഫ്. കാരണം നമ്മളിപ്പം ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പം ചിലർക്ക് ഫൗണ്ടേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ട് ഹെവി മേക്കപ്പ് അല്ലെങ്കിൽ ഈവൻ ദോ ഒരു BB ക്രീം പോലും അപ്ലൈ ചെയ്യുന്ന ഇഷ്ടമില്ലായിരിക്കും, എന്നാൽ സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലൂയിഡ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമുക്കൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ BB ക്രീം ഇട്ട ആ ഒരു നല്ലൊരു ഷീർ കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു ഡൾ ലുക്കൊക്കെ മാറ്റി ഒന്ന് നമ്മുടെ സ്കിന്നിനെ ഒന്ന് റിവീറ്റലൈസ് ചെയ്യാനും ഒരു ഗ്ലോ കൊണ്ടുവരാനും ഒരു ബ്രൈറ്റ്നസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി ബേസിൽ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് ഈ ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ അഫോർഡബിൾ പ്രൈസ് ആണ്. ഇപ്പോൾ 499 അല്ലെങ്കിൽ 599 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് നൈക്കയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതോടൊപ്പം തന്നെ പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിവിടെ വ്യൂ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട്. ഡ്രൈയും അതോടൊപ്പം തന്നെ ഡള്ളൊന്നും ആക്കുന്നില്ല കേട്ടോ. പിന്നെ റിഫൈൻസ് പോഴ്സ് ഒക്കെ നല്ല രീതിക്ക് റിഫൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും മാച്ചിങ് ആണ്. നിങ്ങളൊരു ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ബ്രെത്തബിൾ കവറേജ് ആൻഡ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ടെക്സ്ചർ അല്ലെങ്കിൽ സ്കിൻ ടോണിനെ നല്ല രീതിക്ക് ഈവൻ ഔട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഒരു ഷീർ കവറേജ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ പ്രൊട്ടക്ഷനിലേക്ക് വരികയാണെങ്കിൽ SPF 50+ PAയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4+ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലൂ ലൈറ്റും അതോടൊപ്പം തന്നെ എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സേഴ്സിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ പോഴ്സ് ഒക്കെ നല്ല രീതിക്ക് റിഫൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോയ്സ്ചർ ലോക്ക് ഫുൾ ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൊക്കെ നല്ല രീതിക്ക് ലോക്ക് ചെയ്ത് ആ ഒരു ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പം നമുക്കറിയാലോ ഒട്ടും തന്നെ എഫേർട്ട് ഇല്ലാണ്ട് ഭയങ്കര എഫേർട്ട്ലെസ്ലി ആയിട്ട് നമുക്ക് ആ ഒരു ടെക്സ്ചർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ഇതൊരു കിടിലനായിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെയാണ്. കാരണം നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷീർ കവറേജ് പ്ലസ് അതോടൊപ്പം തന്നെ നല്ലൊരു എന്താ പറയുക സ്കിൻ കെയറിന് നമുക്ക് ആ ഒരു സ്കിൻ കെയർ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരുന്നുണ്ട് കേട്ടോ. നമുക്ക് മേക്കപ്പിൻ്റെ കൂടെ ആണെങ്കിലും ഇത് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു സൺസ്ക്രീൻ തന്നെയാണ്. നമുക്ക് വേറെ BB ക്രീം ഓർ CC ക്രീം ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പ്രൊട്ടക്ഷൻ പ്ലസ് നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഫേസിന് നല്ലൊരു കവറേജും കൂടെയാണ് ഈ ഒരു സൺസ്ക്രീൻ പ്രൊവൈഡ് ചെയ്യുന്നത്.
എന്തുകൊണ്ടും ഇന്ത്യൻ സ്കിൻ ടോണിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവർ 12 ഷെയ്ഡ്സ് ആണ്. നോർമലി നമ്മൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ BB ക്രീം അങ്ങനത്തേലാണ് ഈ ഷെയ്ഡ്സ് ഒക്കെ, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ടോൺ ഷെയ്ഡ്സ് ഡിഫറെൻ്റ് ആണല്ലോ. നമ്മൾ സ്കിൻ ടോണിൻ്റെ ആ ഒരു ഷെയ്ഡ്സ് അനുസരിച്ചിട്ട് നോർമലി അങ്ങനത്തെ പ്രൊഡക്ട്സിലാണ് കണ്ടിട്ടുള്ളത് ഷെയ്ഡ്സിൽ ഇറങ്ങുന്നത്. ഇപ്പോൾ കോമൺ ആണ് സൺസ്ക്രീനിലൊക്കെ, പക്ഷെ എന്നാലും ഇത്രയും 12 ഷെയ്ഡ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് തോന്നുന്നു അത്ര ഫെമിലിയർ അല്ലല്ലേ. അപ്പോൾ ഈ ഒരു വിഷ് കെയറിൻ്റെ ഫ്ലൂയിഡ് ടിൻറ്റഡ് സൺസ്ക്രീന് 12 ഷെയ്ഡ്സ് ആണ്. അതായത് നിങ്ങളൊരു ലൈറ്റ് ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയത് L101, അതോടൊപ്പം തന്നെ L102, 103, 104 അത്രയും ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇനിയിപ്പം മീഡിയം കവറേജ് ആണെങ്കിൽ അവർക്ക് ഉണ്ട്, റിച്ച് ടോൺ ആണെങ്കിൽ അവർക്ക് ഉണ്ട്. ഇനി നിങ്ങളൊരു മീഡിയം കവറേജ് ഉള്ള ആൾക്കാരാണെങ്കിൽ എമ്മിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. M201 to 204 വരെയാണ്. ഇനിയിപ്പോൾ റിച്ച് ആണെങ്കിൽ അത് R-ലാണ് കേട്ടോ, R3 എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ടിങ്. അതും R304 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇവിടെ ആ ഒരു പിക്ചർ കൊടുത്തേക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ബയോമെട്രിക് ഇൻഗ്രീഡിയൻസ് മിമിക് സ്കിൻ ഓൺ ഡിഫൻസ് ആൻഡ് പ്രിവെൻറ്റ്, അതായത് മോയ്സ്ചർ ലോസ് ഒക്കെ നിന്ന് തടയാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി യൂസിന് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ തന്നെയാണ്. അതിന് കാരണം പ്രൊട്ടക്ഷൻ പ്ലസ് നമുക്ക് നല്ലൊരു കവറേജ്, അതോടൊപ്പം തന്നെ കുറേ അധികം ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഡ്നെസ് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ആ ഒരു ഹൈഡ്രേഷൻ വേണം, റെഡ്നെസ് ഒക്കെ കുറയ്ക്കണം, പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യണം, ടാൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, നല്ലൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SPF ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ 50+ ആണ് വരുന്നത്. പ്ലസസ് അല്ല, SPF 50+. PAയുടെ കാര്യമാണ് 4+ വരുന്നത്. ഇനി സൺസ്ക്രീൻ്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസ് ചെയ്യുക, സിറം യൂസ് ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് മോയ്സ്ചറൈസർ ഇട്ടതിന് ഉടനെ തന്നെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യരുത്. നമ്മളൊരു 10 മിനിറ്റൊക്കെ ജസ്റ്റ് ആ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് ബ്ലെൻഡായി പോകണമല്ലോ, ഒന്ന് പെനിട്രേറ്റ് ആവണമല്ലോ, അതിനുള്ള സമയം കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മളൊരു ഫേസ് ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ നമ്മുടെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ നെക്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ ഉള്ളൂ, മേ ബി ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടെ തട്ടാൻ പറ്റും നല്ല തട്ടിയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ പോണിറ്റെയിൽ പോലെയൊക്കെ ആണെങ്കിൽ മുടി കെട്ടുന്നെങ്കിൽ, അല്ലെങ്കിൽ കൂടെ അങ്ങനെയൊക്കെ സൺസ്ക്രീൻ അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ മാത്രമല്ല നെക്കിലും സൺലൈറ്റ് എമിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള, അതായത് നമ്മുടെ കയ്യിൽ ഈ ഒരു ഏരിയയിൽ, പിന്നെ നമ്മുടെ കാലിലൊക്കെ സൺ എക്സ്പ്ലോഷർ കിട്ടുന്ന ഏരിയ ആണ്. സോ അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. അതിന് നമുക്ക് ഇപ്പം ഫേസ് സൺസ്ക്രീൻ അല്ലാണ്ട് ബോഡി സൺസ്ക്രീൻസ് അവൈലബിൾ ആണ് കേട്ടോ, ലോഷൻ ബേസിലൊക്കെ ഉള്ളത്. അങ്ങനത്തെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ മതി ബോഡിയിലൊക്കെ. അങ്ങനെ നമ്മുടെ ബോഡിയിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസിലും സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നിർത്തരുത്, റീഅപ്ലൈ നീഡഡ് ആണ്. ചില സൺസ്ക്രീൻ 6 hours ആയിരിക്കും, 2 hours ആയിരിക്കും, 4 hours ഒക്കെ ആയിരിക്കും നമുക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് റീഅപ്ലൈ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൺസ്ക്രീൻ്റെ ആ ഒരു കറക്റ്റ് വേ ഓഫ് ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ. വിഷ് കെയറിൻ്റെ പുതിയ ലോഞ്ചായ ഫ്ലൂയിഡ് ടിൻറ്റഡ് സൺസ്ക്രീനെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം വേണ്ട ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ.